ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ചെറിയ ചിന്ത. ഇന്ന് 4-ാം തീയതി അല്ലേ? അപ്പോൾ രാവിലെ ഇങ്ങനെ വായിച്ച് ധ്യാനിച്ചൊരു ഭാഗമാണ് സദൃശവാക്യം 4-ാം തീയതി. അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കാം. അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. 23-ാം വാക്യം, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ഓൾമൈറ്റി ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ സിമ്പിളായിട്ട് ഞാൻ പറയാം. മകനെ, നമ്മൾ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളോട് പറയുകയാണ്, ഒരപ്പൻ മക്കളോട് പറയുകയാണ്, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. നിൻ്റെ മൈൻഡ് ശ്രദ്ധിക്കണം, എൻ്റെ വചനങ്ങൾക്ക് നീ ശ്രദ്ധ തരണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധയുണ്ട്. തന്മക്കളുടെ കാര്യത്തിൽ, മാതാപിതാക്കളുടെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ്. പക്ഷേ കർത്താവ് പറയാം, മകനെ, നീ എൻ്റെ വചനം ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. പൗലോസ് പ്രസംഗിച്ച വചനം ശ്രദ്ധിക്കേണ്ടതിന് ലുദിയായുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. ഓ ഗ്ലോറി. അപ്പോൾ ഈ ദിവസങ്ങൾ കർത്താവ് നമ്മുടെ ഹൃദയത്തെ വചനം കേൾക്കാൻ വേണ്ടി തുറക്കട്ടെ. നമ്മുടെ മൈൻഡ്, സോൾ ഓപ്പൺ ആകട്ടെ. ദേഹം, ആത്മാവെല്ലാം വചനം കൊണ്ട് നിറയണം. അപ്പം അടുത്തത് പറയുകയാണ്, എൻ്റെ മൊഴികൾക്ക് നീ ചെവി ചായ്ക്കുക. നീ ഒരുപാട് ശബ്ദം കേട്ടില്ലേ? നിന്നെ വേദനിപ്പിച്ച ശബ്ദം, നിന്നെ ഒറ്റപ്പെടുത്തിയ ശബ്ദം, നിന്നെ റിജക്റ്റ് ചെയ്ത ശബ്ദം, നിന്നെ അപവാദം പറഞ്ഞ ശബ്ദം, ഈ ലോകത്തിൻ്റെ ഒത്തിരി ശബ്ദങ്ങൾ നീ കേട്ടില്ലേ? അതൊക്കെ നീ കേട്ടു. അതൊന്നും നിനക്ക് പ്രയോജനപ്പെട്ടോ? നീ തളർന്നുപോയി. എന്നോട് ദൈവം സംസാരിച്ച കാര്യമാണ്. പക്ഷേ ഇന്ന് നീ വചനത്തിന് ചെവിത. എൻ്റെ ശബ്ദമൊന്നും നീ കേട്ടേ? നീ ഒത്തിരി ശബ്ദം കേട്ട് മടുത്തു പോയവനല്ലേ? പക്ഷെ നീ എൻ്റെ ശബ്ദം ഒന്ന് കേട്ടേ. എൻ്റെ ശബ്ദത്തിന് നിന്റെ ചെവി ഒന്ന് തുറന്നേ. ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റട്ടെ. ദൈവശബ്ദം റിയലി കേൾക്കുവാൻ ഈ പുതിയ വർഷം പല കാതുകളും ഓപ്പണാകും. കാതുകൾ തുറക്കും, ദൈവശബ്ദം കേൾക്കും. രാത്രിയുടെ ഉറക്കത്തിൽ നീ ദൈവശബ്ദം കേൾക്കും. നിന്റെ പ്രാർത്ഥന മുറിയിൽ നീ ദൈവശബ്ദം കേൾക്കും. ആമേൻ, ആമേൻ. അടുത്ത് പറയാണ്, അവൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. ഇനി നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് വചനം മാറരുത്. ഈ ലോകത്തിൻ്റെ ഒരുപാട് മായ കാഴ്ചകൾ നമ്മൾ കണ്ടു, ഒത്തിരി കാര്യങ്ങൾ കണ്ടു, മടുത്തു. പക്ഷെ നിന്റെ കണ്ണ് തുറന്നിരിക്കണം. എന്തിനാ? ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നിന്റെ കണ്ണുകൾ തുറന്നിരിക്കണം. നിന്റെ അകങ്കണ്ണ് തുറക്കണം. വചനത്തിൻ്റെ വെളിപ്പാടിന് വേണ്ടി നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ നിന്ന് അവയെ സൂക്ഷിച്ചു വയ്ക്കുക. ഹൃദയത്തിൻ്റെ നടുവിൽ എന്താ നമ്മൾ ഹൃദയത്തെ സൂക്ഷിച്ചിരിക്കുന്നത്? കൈപ്പാർന്ന വാക്കുകൾ, മുറിവുകൾ, വേദനകൾ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, പല ഓർമ്മകൾ, സുഖപ്പെടുത്താത്ത പല ഓർമ്മകൾ, നമ്മെ ഒറ്റപ്പെടുത്തിയ കഥകൾ. പക്ഷെ ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം, നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അതെല്ലാം നീക്കിയിട്ട് നീ വചനം എടുത്ത് അങ്ങോട്ടൊന്ന് വെച്ച്, ജീവന്റെ വചനം എടുത്ത് ഹൃദയത്തിനകത്തോട്ടൊന്ന് വെച്ച്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത വാക്യം, 22-ാം വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. ദൈവത്തിൻ്റെ വചനം കിട്ടുന്നവർക്ക് അത് ജീവനാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുമാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാണ്. ഞാൻ യേശു വചനം ജഡമായ യേശുവാണ്. യേശു വചനമാണ്. യേശുവിനെ കിട്ടുന്നവർക്ക് ജീവനെ കിട്ടി. യേശുവാകുന്ന വചനം നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ അകത്ത് ജീവന വ്യാപരിക്കും. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവനാണ്. ജീവൻ, യേശുവിന്റെ ജീവൻ അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാണ്. അങ്ങനെ യേശുവിന്റെ ജീവൻ അകത്ത് വന്നവരുടെ സർവ്വദേഹത്തിനും സൗഖ്യം. നിന്റെ ശരീരത്തിൽ എവിടെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ അത് സൗഖ്യമാകുന്നു. യേശുവിന്റെ അടിപ്പിണറുകളാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് സൗഖ്യം വന്നു കഴിഞ്ഞു. യേശു ഉയർത്തെഴുന്നേറ്റ് നീ വിശ്വസിച്ചപ്പോൾ ആ സൗഖ്യം നിന്റെ മേലായി. അതന്ന് സംഭവിച്ചു. ഇന്നലെ അരോഗിയായി, ഇന്ന് അരോഗിയായി. സൗഖ്യം ഇന്നലകളിലേ പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ വചനമകത്തുള്ളവൻ സൗഖ്യമാകാൻ പോകുന്നു. വിശ്വസിച്ചു ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ സൗഖ്യമാകും. സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. പ്രൈസ് ഗോഡ്. ഗോഡ് ബ്ലെസ് യു പ്രിയപ്പെട്ടവരെ. വചനം കേൾക്കാൻ, കാണാൻ, ചിന്തിക്കാൻ
ആലോചിക്കാൻ നല്ല വചനം. ആ വചനം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.